കൃഷ്ണ റേസ് കോഴ്സിൽ ആരംഭിച്ച മെഡ്രാസ് സമ്മർ റേസിന്റെ ഒരു അവലോകനം. സദേൺ കേബിൾ നെറ്റ്വർക്കിന് വേണ്ടി മദ്രാസിൽ നിന്ന് അമൃത ദാസ്. ഇന്ത്യയിൽ മേജർ ക്ലാസിക് റേസുകൾ നടക്കുന്ന ബോംബെ, പൂനെ, കൽക്കട്ട എന്നിവയ്ക്കൊപ്പം പ്രസിദ്ധമായ മദ്രാസ് റേസ് കോഴ്സ്. 25 രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ബെറ്റിംഗ് അനുവദിച്ച ഇവിടെ പണക്കാരും പാവങ്ങളും ഒരുപോലെ മത്സരിക്കുന്നു. റേസിന് നിയന്ത്രിക്കുന്നത് ട്രഫ് ക്ലബ് ആണെങ്കിലും അതോട് ബന്ധപ്പെട്ട ലക്ഷക്കണക്കിന് രൂപയുടെ ബെറ്റിംഗ് ഏറ്റെടുക്കുന്നത് ഗവൺമെന്റ് റെക്കഗ്നൈസേഷനുള്ള പ്രൈവറ്റ് ഏജൻസീസ് ആണ്. ബുക്ക് മേക്കേഴ്സ് ഓർ ബുക്കീസ് എന്നറിയപ്പെടുന്ന ഇത്തരം ഒരു ലീഡിംഗ് ഫേമിന്റെ ഉടമയാണ് സുന്ദരം. മിസ്റ്റർ സുന്ദരം, ഒരു ദിവസം എത്ര രൂപയുടെ ബെറ്റിംഗ് നടക്കും? ഐ മീൻ ദ മാക്സിമം. കോടികൾ തന്നെ കാണും. പിന്നെ ഇതിനകത്ത് കയറിയവർ മാത്രമല്ല, ഇതേ റേസിൽ രാജ്യത്തിന്റെ പല ഭാഗത്തും ബെറ്റിംഗ് നടക്കുന്നുണ്ട്. ഇവിടെ ഹോട്ട് ഫേവറേറ്റ് ആയി വരുന്നത് ഏത് ഹോഴ്സാണ്? അത് ഈ ഹോഴ്സ് എന്നൊക്കെ പറയുമ്പോ ദാറ്റ് ഐ കാൻ സേ. ക്ലാസ് 1 കാറ്റഗറി തന്നെ ധാരാളം കുതിരകൾ ഇവിടെ ഉണ്ട്, ഫ്രം ഓൾ പ്ലേസസ്. താങ്ക് യു മിസ്റ്റർ സുന്ദരം. ഫേമസ് സ്റ്റഡ് ഫാം ഉടമസ്ഥനും ഹോഴ്സ് ഓണറുമായ മിസ്റ്റർ റൂബി ദേവരാജ്. മിസ്റ്റർ ദേവരാജ്, കുതിരപ്പന്തയം ജനങ്ങൾക്ക് ദോഷം വരുത്തുന്ന ഒരുതരം ഗാംബ്ലിംഗ് അല്ലേ? ഇത് എൻകറേജ് ചെയ്യുന്നത് ശരിയാണോ? പന്തയം വെക്കുന്നത് മനുഷ്യന്റെ സഹജമായ ഒരു വാസനയാണ്. അത് തടയാനാവില്ല. ഹോഴ്സ് റേസ് ഇല്ലെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റ്, ടെന്നീസ് ഇതിലൊക്കെ ആളുകൾ ബെറ്റ് ചെയ്യും. അതുകൊണ്ട് ആ കളികളൊക്കെ മോശമാണെന്ന് പറയാൻ പറ്റുമോ? ഇൻ മൈ ഒപ്പീനിയൻ, ഹോഴ്സ് റേസ് ഈസ് നോട്ട് മിയർലി എ ഗാംബ്ലിംഗ്, ഇറ്റ് ഈസ് എ സ്പോർട്ട്. നാളത്തെ റേസിനെ കുറിച്ച് വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? ക്ലാസിക് റേസ് ആണ്. പണത്തിൽ കവിഞ്ഞ് മത്സരിക്കുന്ന ഹോഴ്സ് ഓണേഴ്സിന്റെ പ്രസ്റ്റേജ് ഇഷ്യൂ ആണത്. വാട്ട് ഈസ് യുവർ ചാൻസ്? നിങ്ങളുടെ കുതിര വിന്നർ ഹോക്കിന്റെ പല ഡെർബികളും വിൻ ചെയ്ത ഒടയിൽ വെങ്കടേശന്റെ കുതിരയും ഓടുന്നുണ്ട്. 2-3 സ്ഥാനക്കാർക്കും സമ്മാനമുണ്ടല്ലോ. ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ് സർ. താങ്ക് യു. താങ്ക് യു. ഓക്കെ, കട്ട് ഇറ്റ്. ഓക്കെ ഓക്കെ, താങ്ക് യു നിഖിൽ. ഇറ്റ്സ് ഓൾറൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, ഡാഡി, നാളത്തെ റേസ് കവർ ചെയ്യാൻ ഇവർക്കുള്ള പെർമിഷൻ? നോ പ്രോബ്ലം. എൻട്രി പാസ് വാങ്ങിച്ചു തരാം. നാളെ കാലത്ത് തന്നെ വന്നോളൂ. കൊടയിൽ വെങ്കടേഷ്, കള്ള റാസ്കൽ, നിന്നെ തന്നെ ഇനിയും നാട്ടുകാരെ പറ്റിച്ച് കാശുണ്ടാക്കാനാണോ വരവ്? നീ തോറ്റു മുടിഞ്ഞു പോത്തേ ഉള്ളൂ. നീ ജയിക്കില്ലടാ, നീ ഒരിക്കലും ജയിക്കില്ല. എന്നെ അല്ല പിടിച്ചു മാറ്റേണ്ടത്, അവനെ കരടിച്ചറിയാത്ത ദുഷ്ടനെ. നീ തോറ്റു പോത്തേ ഉള്ളൂ. അമൃത, റൊമാൻസിംഗ് ഡാൻസർ, ലക്കി ബേർഡ്, ബ്ലൂ സ്റ്റാർ, ഈ 3 ഒപ്പീനിയൻ. നമ്മൾ ഏതിന് ബെറ്റ് ചെയ്യണം? റൊമാൻസിംഗ് ഡാൻസറിന് കിട്ടിക്കോ. നമ്പർ 7 എന്റെ ലക്കി നമ്പറാ. നിന്റെ ലക്കല്ലല്ലോ കാര്യം, നമ്മൾ ഒന്നിച്ചല്ലേ ബെറ്റ് ചെയ്യുന്നത്. ഹേയ്, ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ വീരേന്ദ്ര ഗൗഡർ, ഇപ്പൊ നടക്കാൻ പോകുന്ന റേസിൽ ഏത് കുതിര ജയിക്കും? നമ്പർ 3. ഹായ് ഫോക്സ്. Slowly down. Hi David. Hi. കാശ് കിട്ടോ? ഉറപ്പല്ലേ? എന്റെ ട്രെയിനിങ്. Victory always for Winner Hawk. All the best. Thank you. Well, ladies and gentlemen, the cynosure here is Winner Hawk, coming from the celebrated family of Mr. Prospector, bred in purple, Number has 3, great Winner Hawk. potential. Will he be able to live up to his reputation? We'll see it shortly. Raise up. Raising guard, starting gate into the early lead. Just come out to a natural height. Evidence. Bastard! What happened to you?
സാർ അത് പിന്നെ നമ്മുടെ ഹോഴ്സിന്റെ ഹൂഫ്. Shut up. ഇതിന്ന് ആ ഭ്രാന്തൻ കൗണ്ടർക്ക് വല്ലതും കൊടുക്കണം. എന്തിനാ? നിങ്ങൾക്ക് വിശ്വാസം ഇല്ലായിരുന്നല്ലോ, ഇപ്പൊ ബോധ്യായില്ലേ? അയാള് പറഞ്ഞാ തെറ്റില്ല. മിസ്റ്റർ ഗൗതം, കൺഗ്രാറ്റുലേഷൻസ് നിലങ്ക and thank you for this. ഇത് പാരുമാ சொன்னா புரியாதா எல்லாரும் வெளியே போங்க. ഡേ കിഴവാ, ഒച്ച വെക്കാതെ മര്യാദയ്ക്ക് പോയിക്കോ. മിസ്റ്റർ ഗൗതം, ഒന്ന് സ്മൈൽ ചെയ്ത് പ്ലസന്റ് ആയിട്ട് നിന്നേ. ആദ്യം നിങ്ങൾ പുറത്തു പോവുക, ഇയാളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ. എന്ത് ബുദ്ധിമുട്ടിക്കാതെ ഞങ്ങളുടെ പാസ് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് കയറാൻ കാണില്ല, നിങ്ങൾ പോണം. എങ്കിൽ മിസ്റ്റർ ഗൗതം കൂടെ വരൂ പുറത്തേക്ക്. ആൻ ഇന്റർവ്യൂ. ജോക്കി ഡ്രസ്സിലായാൽ നന്നായിരിക്കും അല്ലേ? വളരെ നന്നായിരിക്കും, പക്ഷെ ഇപ്പൊ വേണ്ട, എനിക്ക് അല്പം ധൃതിയുണ്ട്. പ്ലീസ് മിസ്റ്റർ ഗൗതം. പറഞ്ഞില്ലേ ഇനി ഒരു അവസരത്തിലാവാന്ന്. പ്രോമിസ്? ആ പ്രോമിസ്. പോങ്ക പോങ്ക പോങ്ക. ക്യാനൻ ബോണിലൊന്നും കാണുന്നില്ല, ഊഫിനും ആവില്ല കുഴപ്പം. ഇടയ്ക്ക് ജെറ്റ് ലോഗിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്നറിയണമെങ്കിൽ എക്സ്റേ എടുക്കേണ്ടി വരും. ഇയാൾ ഒരു പുല്ലും എടുക്കണ്ട, വേറെ എന്തെങ്കിലും പറഞ്ഞ് മരുന്ന് എഴുതി തന്നാ മതി. ഇല്ലെങ്കിലേ കുതിര തോറ്റതിന് സമാധാനം പറയേണ്ടി വരും. ബോസിന്റെ സ്വഭാവം അറിയാമല്ലോ. ഡോക്ടർ, നമ്മുടെ ബ്ലൂ സ്റ്റാറിന് എന്ത് പറ്റി? കൊടേലിന്റെ കൊടല് പുറത്തിയാടി കാണുമല്ലോ. നിനക്കെന്താ അവിടെ കാര്യം? ഞാൻ ഡോക്ടറോടാണ് സംസാരിച്ചത്, തന്നോടല്ല. പോടാ. ദേ എടാ പോടാന്ന് വിളിച്ചാലുണ്ടല്ലോ. എന്ത് ചെയ്യോടാ? വമ്പ് എന്നോടല്ലേ കാണിക്കേണ്ടത്? ഈ മിടുക്കൊക്കെ കാണിക്കേണ്ട റേസ് കോഴ്സിലാ, ഇവിടെ വെച്ചല്ല. മനസ്സിലായോ? ഡോക്ടർ ഇതിനെ ചികിത്സിച്ചിട്ട് ഒരു കാര്യമില്ല. യവൻ ഇതിനെ നോക്കി നോക്കി ഇത് കഴുതക്കുട്ടിയായി പോയി. എന്താ ഇത്? എന്താ ഇത്? വിട്. It's all right, it's all right. ആശുപത്രിയിലാക്കിയാൽ ലീവില്ല. നിനക്ക് കുതിരയെ നോക്കാനും അറിയില്ല, അടിക്കാനും ഇല്ല. വാടാ. എന്താണ്ടായത്? ബ്ലൂ സ്റ്റാറിനെ കയറി ഇവൻ കഴുതക്കുട്ടിന്നു. റേസ് ജയിക്കണം നോക്കുന്നൊക്കെ സാധാരണയാ. അതിനെ ഇൻസൾട്ട് ചെയ്യാറുണ്ടല്ലോ, ഇവന്റെ കയ്യും കാര്യം ഞാൻ തല്ലി കൊടുക്കും. ആര് ഇൻസൾട്ട് ചെയ്തു? മാസ്റ്റർ ഇപ്പൊ എത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ ഡെഡ് ബോഡി ഇവിടെ എടുക്കേണ്ടി വന്നേരാ. സ്റ്റേബിളാക്ക്. അവന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു. പോരെ ചെല്ല്. ഡോക്ടറെ, നാളെ കാലത്ത് സ്റ്റഡ് ഫാമില്. Okay. ആ Don't upset ദൊരേ. എന്റെ പുതിയ മരുന്നൊന്ന് റെഡി ആവട്ടെ, ഇവനെ ഞാൻ പറപ്പിക്കും. മരുന്നല്ല, ഇവനെ പറപ്പിക്കുന്നു പറഞ്ഞ് നിങ്ങൾ കുറെ കൊടുത്തില്ലേ? ഇതതുപോലല്ല, എ ന്യൂ വൺ. ബ്ലൂ സ്റ്റാർ. എന്തിനാടോ വെറുതെ അവന്മാരുമായിട്ട്? മാസ്റ്റർ ഇടയ്ക്കറി വന്നോണ്ടാ. അല്ലെങ്കിൽ തന്നെ ആശുപത്രി ഒന്ന് കാണേണ്ടി വന്നേനെ. പിന്നെ യവനേക്കാൾ വലിയവന്മാരുമായിട്ട് ഞാൻ മുട്ടിയിട്ടുണ്ട്. 4-5 പേര് തല്ലി ചതച്ചതായി ഈ ബോഡി. അതിനേക്കാൾ കൂടുതലൊന്നും ദുരക്ക് ചെയ്യാൻ ഒക്കില്ല. എന്തിനാ ഇങ്ങനെ തല്ലുകൊള്ളുന്നത്? എന്റെ ബ്ലഡ് അതാണ് മാസ്റ്റർ. അക്രമം കണ്ടാൽ ഞാൻ അപ്പ റിവോൾട്ട് ചെയ്യും. റേസി തോറ്റന് തന്നെ അവർക്ക് വിഷമം കാണും. അതിനിടയ്ക്കാ നീ ചെന്ന്. അവരെക്കാൾ കൂടുതൽ വിഷമം എനിക്കില്ലേ? ഞാനും തോറ്റു. മമ്മിയെ വെട്ടിച്ച കാശാണ് 250 രൂപ, 250 റുപ്പീസ് ഗോൺ. അതെങ്ങനെ? കൊടയിൽ എല്ലാരും ബൂസ്റ്റപ്പ് ചെയ്തപ്പോ ഞാനും കെട്ടി അവന്റെ കുതിരയുടെ പുറത്ത്. ഓഹോ, അപ്പൊ തനിക്കത് കിട്ടണം. വിന്നിയെ വിട്ടിട്ട് വേറെ കുതിരയുടെ പുറത്ത് കെട്ടിയല്ലേ, അതിന്റെ ശിക്ഷ. എന്നാലും എനിക്ക് വിഷമമില്ല, മാഷ് ജയിച്ചല്ലോ. കഴിഞ്ഞ സീസണിൽ ഒരു കുതിരയെ പോലും ഓടിക്കാതിരുന്ന മാസ്റ്ററിന്റെ ഫോം നഷ്ടപ്പെട്ടെന്ന പലരും കരുതിയിരുന്നത്, ഞാനും. പക്ഷെ ഇന്ന് മാഷ് കലക്കി. ഇറ്റ് വാസ് an excellent performance and I was thrilled like anything. Hi, David. Hi. Hi, Amrita. Hi, Gautam. Hi. Hi. You know, Master, she's a freak. കിടന്നോളൂ. നമ്മൾ ജയിച്ചു സലീം. ഞാൻ അറിഞ്ഞു. സാറ് തിരിച്ചു വന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ എന്ത് പറഞ്ഞു? ഇപ്പോഴും നെഞ്ചു തന്നെയുണ്ടോ? എനിക്കൊരു രോഗവുമില്ല ഡേവിഡ്. അവരെന്നെ ഭീഷണിപ്പെടുത്തി. വിന്നർ ഹോക്കിനെ ഞാൻ ഓടിച്ചാൽ എന്നെ കൊന്നുകളയുമെന്ന് പറഞ്ഞു. സ്കൂളിൽ പോകുന്ന എൻ്റെ മക്കളെ പോലും തടഞ്ഞു നിർത്തി അവർ ത്രട്ടൺ ചെയ്തു. പേടിച്ചാ ഞാൻ ചെസ്റ്റ് പെയിൻ ഉണ്ടെന്ന് നടിച്ചത്. അത് ശരി. ആരാ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയത്? സുന്ദരം, എന്തു പറ്റി? സാർ, അത് കാര്യം പറയണം. ഞാൻ സാറ് പറഞ്ഞതുപോലെ എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. റൂബി ദേവരാജിന്റെ ജോക്കി സലീമിനെ ഭീഷണിപ്പെടുത്തി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്നു. എന്നിട്ട്? അതിനിടയ്ക്ക് ആ ഗൗതം ജോക്കിയായി കയറി വന്ന ഇതിനൊക്കെ കാരണം. ശരി, ഇനി എന്താ പരിപാടി? എല്ലാം ശരിയാക്കാമെന്ന് നീ ഏറ്റതുകൊണ്ടാണ് ഞാൻ എന്റെ കുതിരയുടെ പുറത്ത് ഇത്രയും പണം കിട്ടിയത്. ഞാൻ എന്താ സാർ ചെയ്യേണ്ടത്? പ്രൈസ് മണി പോട്ടെ,
എന്റെ ബെറ്റിന്റെ കാശെങ്കിലും നീ എനിക്ക് മടക്കി തന്നേ പറ്റൂ. അതെങ്ങനെയാണ് സാർ ഞാൻ? അതൊന്നും എനിക്കറിയില്ല. നീ ആ പണം എനിക്കിങ്ങ് താ. ക്ഷമിക്കണം സാർ, അത് ബുദ്ധിമുട്ടാ. ബുദ്ധിമുട്ടോ? അതെ. തരാൻ പറ്റില്ല? ഇല്ല സാർ. തരാൻ പറ്റില്ലെന്നാവും പറയുന്നത്. ഹായ് ഡാഡ്. അമൃത, നീ ഇന്നും റേസിന് പോയില്ലേ? ബെറ്റ് ചെയ്യാനല്ല ഡാഡി, എന്റെ വർക്കിന്റെ ഒരു പാർട്ടായിട്ടാ. കണ്ട പന്ന പിള്ളേരുമായിട്ട് നീ ഇങ്ങനെ. നോ ഡാഡി, അങ്ങനെ പറയരുത്. ഹോഴ്സ് റേസിനെ കുറിച്ച് ഒരു TV സീരിയൽ പ്രൊഡ്യൂസ് ചെയ്യാനാ ഞങ്ങളുടെ അറ്റംപ്റ്റ്. ന്യൂസ് ട്രാക്ക് പോലെ സ്വന്തമായി റിലീസ് ചെയ്യാൻ. ഇടയിൽ കുറെ പരസ്യം കൂടെ ചേർത്താൽ നല്ല കാശുണ്ടാക്കാം. അതിന് ഡാഡിയോട് സഹായിച്ചാൽ. നോ, ഞാൻ ഒരു തരത്തിലും ഇതിനോട് കോപ്പറേറ്റ് ചെയ്യില്ല. സീരിയസ് ആണോ? യെസ്. ശരി, എങ്കിൽ ഞാൻ എന്റെ വഴിക്ക് നോക്കിക്കോളാം. ഗുഡ് നൈറ്റ്. എന്താടോ? സാർ, സുന്ദരത്തിന്റെ ബുക്കിംഗ് ഓഫീസിൽ ഒരു ചെറിയ സംഘടനം. വെട്ടും കുത്തുമേറ്റ് ചിലർക്കൊക്കെ പരിക്കുണ്ട്. ഒരു കുത്തുകേസ് DGP തന്നെ അന്വേഷിക്കണമെന്നാണോ? അല്ല സാർ, കുടയിൽ വെങ്കടേഷാണ് പ്രതി. അയാൾക്കെതിരെ കേസെടുത്താൽ. ആ, പെട്ടെന്ന് എടുത്താടി ഒന്നും ചെയ്യണ്ട, ആലോചിച്ചിട്ട് മതി. വെക്കുള്ളൂ സാർ. ഹലോ സൂസി. ഹലോ ബേബി. ഹായ്, ഹൗ ആർ യു? ഫൈൻ, വെരി ഗുഡ്. പപ്പ, സമയം എത്രയെന്നറിയോ? സ്റ്റെല്ല മോൾ ഇത് കണ്ടോ? ഇതിന് ശക്തി കൂടിയിരിക്കുന്നു. എന്തിനാ ഇതിനിങ്ങനെ ഉപദ്രവിക്കുന്നേ? പാവം. ഉപദ്രവിക്കേ? ഊർജമല്ലേ ഞാൻ കുത്തിവെച്ചിരിക്കുന്നത്. എനർജി. പൂച്ച, പട്ടി, മുയൽ, ഇപ്പോൾ എലി, ഇവയിലൊന്നും എന്റെ പരീക്ഷണം പരാജയപ്പെട്ടിട്ടില്ല. മനുഷ്യ ശരീരത്തിൽ ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അതിനൊരാളെ കിട്ടണം, ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനെ. പക്ഷേ ഒരുത്തനും വഴങ്ങുന്നില്ല. എന്റെ അസിസ്റ്റൻസ് പോലും. ബ്ലഡി നോൺസെൻസ്. ആർക്കെങ്കിലും കുത്തിവെച്ച് വല്ല അപകടവും സംഭവിക്കുമ്പോ പപ്പയുടെ കിറുക്ക് അവസാനിക്കും. മരുന്നുണ്ടോ കഴിക്കാൻ? എനിക്ക് വിശക്കുന്നു. എനിക്ക് വിശക്കുന്നില്ല. നിനക്കോ? ഉണ്ടല്ലേ?